എല്ലാവർക്കും നമസ്കാരം. സാധാരണ ഈ ഒരു സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് പത്രവാർത്താസ് എന്നുള്ളൊരു പ്രോഗ്രാമുമായിട്ടാണ്. ഇന്നത്തെ ദിവസവും അങ്ങനെ തന്നെയാണ് എത്തേണ്ടിയിരുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം ഞങ്ങൾ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണ്. നമ്മുടെ ഭാവഗായകൻ പി ജയചന്ദ്രൻ സാറ് കഴിഞ്ഞ ദിവസമാണ് നമ്മളെ വിട്ടു പിരിഞ്ഞത്. അദ്ദേഹത്തിനൊരു ട്രിബ്യൂട്ട് പോലെ ഇന്നത്തെ ഈ ഒരു സമയം ഞങ്ങൾ കൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. മലയാള സിനിമയിൽ മാത്രമല്ല, തമിഴ് സിനിമയിലും ഓൾ ഓവർ ഇന്ത്യ സിനിമാ ഗാനശാഖയിൽ പി ജയചന്ദ്രൻ സാർ തന്ന സംഭാവനകൾ ചെറുതല്ല. നമുക്കത് അദ്ദേഹം അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു. ഒരു മലയാളികൾ എന്ന നിലയിൽ മലയാളികൾക്ക് മാത്രം പ്രിയപ്പെട്ട ഒരാളല്ലായിരുന്നു അല്ല, പക്ഷെ നമുക്ക് വളരെ സ്പെഷ്യലാണ് ഒരുപാട് കാര്യത്തിൽ. നമ്മുടെ ചില രാത്രികളെ പകലുകളെയൊക്കെ മനോഹരമാക്കി. അതെ അതെ, ശരിയാണ്. ഒരു കാലഘട്ടത്തിൽ വെച്ചാൽ ഒരു ഓൾഡ് മധ്യകാലഘട്ടത്തിൽ മാത്രമല്ല, അതിന് മുമ്പ് തൊട്ടേ ഒരുപാട് സംഗീതങ്ങൾ ഇന്നും ആൾക്കാർ എല്ലാ ദിവസവും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പുതിയ പാട്ടുകളെ വെച്ച് നോക്കുമ്പോഴും ആ ഒരു പാട്ടുകൾ ഇപ്പോൾ അങ്ങ് ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർക്ക് കൂടുതൽ ഹിറ്റ് ആവുമായിരിക്കും. പക്ഷെ എന്നാൽ കൂടി ആളുകളുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത് പഴയ കാലഘട്ടത്തിലെയും മധ്യകാലഘട്ടത്തിലെയും പാട്ടുകളാണ്. അത് കേട്ട് കിടന്ന് ഇപ്പം രാവിലത്തെ വർക്കുകൾ കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ ജയചന്ദ്രൻ സാറിന്റെ പാട്ടുകളൊക്കെ കേട്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു ഇത് ഇപ്പോഴും ആൾക്കാർ ശീലിച്ചു വരുന്നൊരു കാര്യമാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഭക്തിഗാനങ്ങളിലൂടെ ഒരു രാവിലെ തുടങ്ങി പിന്നീട് രാത്രി ഇപ്പൊ തേരിറങ്ങും മുകില് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ, താരാട്ട് പാട്ടൊക്കെ പോലെ പൊന്നിനി ശ്രുതി താഴ്ത്തി, അങ്ങനെ ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ട് അദ്ദേഹം. അങ്ങനെ കേട്ട് ഉറങ്ങുന്ന ഒരു തലമുറ തന്നെയുണ്ട്. അപ്പോ അത്രത്തോളം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തെന്നൊക്കെ നമ്മൾ പറയും ചിലർ പോകുമ്പോഴൊക്കെ. പക്ഷെ അക്ഷരാർത്ഥത്തില് അതൊക്കെ ശരിവെക്കുന്ന ഒരു ഇതിഹാസമാണ് പി ജയചന്ദ്രൻ സാറ്. എല്ലാ പത്രങ്ങളിലും, ഇന്ന് വന്ന എല്ലാ പത്രങ്ങളിലും അദ്ദേഹത്തെ കുറിച്ച് തന്നെയാണ് പ്രധാനമായിട്ടും ഉള്ളത്. അദ്ദേഹത്തിന്റെ ജീവിതം, സംഗീത ജീവിതം പറയുവാണെങ്കിൽ സംഗീതം അദ്ദേഹം പഠിച്ചിട്ടില്ല. യേശുദാസ് സാറിനെ പോലെ പഠിച്ചിട്ടില്ല അദ്ദേഹം സംഗീതം. കർണാടക സംഗീതത്തിന്റെ അറിവില്ലാതെ തന്നെ ഇത്രത്തോളം. അയ്യോ സത്യം, ഒരു സ്വതസിദ്ധമായ ഒരു ജന്മവാസന എന്നൊക്കെ പറയുന്നു ചിലര്. അതെ, എല്ലാവർക്കും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും അദ്ദേഹം കർണാടക സംഗീതം പഠിച്ചിട്ടിരിക്കുന്ന ഒരാളാന്നായിരിക്കും വിചാരിക്കും. പക്ഷെ അങ്ങനല്ല. കർണാടക സംഗീതം പഠിക്കാതെ തന്നെ ഇത്രത്തോളം പാട്ടുകൾ പാടി ഇപ്പോഴും ഓരോ സംഗീത പ്രേമികളുടെയും മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം എന്ന് പറഞ്ഞാൽ അതുപോലെ എല്ലാവർക്കും ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം ഓരോ പാട്ടുകൾ കേട്ടാൽ നമുക്കറിയാൻ പറ്റും എത്രത്തോളമാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം എന്നുള്ളത്. ഇപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത പറയുവാണെങ്കിൽ ജനുവരി 10 യേശുദാസിന്റെ ജന്മദിനമാണ്. പക്ഷേ ഇന്നലെ ജയചന്ദ്രൻ സാറിന്റെ ആ ഒരു വിയോഗം ഇന്നത്തെ ബർത്ത്ഡേക്ക് എത്രത്തോളം ഒരു പ്രാധാന്യം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോ ഒരു ബർത്ത്ഡേ വിഷ് പോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചു. അത് യേശുദാസ് സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനാണ്. എത്രയോ പതിറ്റാണ്ടുകളായി അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകനാണ് ഇപ്പൊ നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് കിട്ടിയാൽ പോലും അത് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അത്രത്തോളം പ്രിയപ്പെട്ട ഒരു സഹയാത്രികനാണ് യേശുദാസ്. എന്നുള്ളൊരു വടവൃക്ഷത്തിന്റെ ആ ഒരു പ്രഭാവത്തില് മങ്ങിപ്പോയതായിരുന്നു ബാക്കിയുള്ള എല്ലാ ഗായകരും. പക്ഷെ അപ്പോഴും പിടിച്ചു നിന്ന ഒരേ ഒരു ഗായകനാണ് ഒരുപാട് വേദികൾ പങ്കിട്ടിട്ടുള്ളവര്. ഒരുപാട് വേദികൾ പങ്കിട്ടുണ്ട്, കട്ടയ്ക്ക് പിടിച്ചു നിന്നു. അതായത് യേശുദാസ് സാറ് ഒരു 10, 50, 100, 200 പാട്ടുകൾ കൊണ്ട് വളരെ സമ്പുഷ്ടമായി മുന്നോട്ട് പോകുമ്പോൾ 2, 3, 4 പാട്ടുകൾ കൊണ്ടാണ് അദ്ദേഹം ആ ഒരു ഒപ്പത്തിനൊപ്പം നിന്നെന്നുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ 2, 3 പാട്ടാണെങ്കിലും പാടിയ പാട്ടുകളെല്ലാം എല്ലാം ഹിറ്റാ. ഒരുപാട് ഹിറ്റ് ഗാനങ്ങള് പത്രങ്ങളടക്കം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഗാനങ്ങളിലൂടെയും സഞ്ചരിക്കാം. ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ദേശം ഒരു ട്രിബ്യൂട്ടാണ് ജയചന്ദ്രൻ സാറിന്. നമ്മളെയൊക്കെ അത്രത്തോളം സന്തോഷിപ്പിച്ച, അത്രത്തോളം നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ച ഭാവഗായകനുള്ള ഒരു ട്രിബ്യൂട്ടാണ് ഇന്നത്തെ ഒരു പ്രോഗ്രാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് ഗാനങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യ കാലത്തെ ഗാനങ്ങൾ മുതൽ ഒരുപാട് ഗാനങ്ങളുണ്ട്. കാരണം നമ്മുടെ പ്രണയത്തിലും വിരഹത്തിലും സന്തോഷത്തിലും എല്ലാത്തിലും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഭാവഗായകൻ, ആ ഭാവം അതേപോലെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പാടുന്ന ഒരു
അദ്ദേഹത്തിന്റെ ഒരു ഒരു ഗാനത്തിന്റെ കമന്റ് സെക്ഷനിൽ ഒരാളിട്ടിരിക്കുന്ന കമന്റ് മൃദുലേ എന്നുള്ളൊരു പാട്ടുണ്ട് അദ്ദേഹത്തിന്റെ. ആ ഒരു പാട്ടിന്റെ കമന്റ് സെക്ഷനിൽ ഒരാളിട്ടിരിക്കുന്ന കമന്റാണ്, ഓരോ വരികളെയും തൊട്ടുണർത്തുന്ന ആലാപനം. ഓരോ വരികളുടെ ഒരു ഭാവം ഉണ്ടല്ലോ, നമുക്ക് പോലും അറിയാത്തൊരു ഭാവമുണ്ട്. ആ ഭാവത്തെ അദ്ദേഹത്തിന്റെ ആലാപനം തൊട്ടുണർത്തുകയാണ്. ഇതാണ് ആ ഭാവം എന്നുള്ളത്. അപ്പൊ അത്രത്തോളം നമുക്ക് അത്രത്തോളം നല്ല നല്ല ഗാനങ്ങൾ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന എന്ന് പറയേണ്ടി വരുന്നത് അത്രത്തോളം ഹൃദയത്തോട് ചേർന്നുള്ള ആലാപനമായിരുന്നു അദ്ദേഹത്തിന്റെ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ ജയേന്ദ്രൻ സാറിന്റെ പറഞ്ഞു വരുമ്പോ? അതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടെന്ന് പറയാൻ പറ്റത്തില്ല, ഒരുപാട് പാട്ടുകളുണ്ട്. എന്നാലും ഞാൻ കൂടുതൽ എനിക്ക് മധ്യകാലഘട്ടത്തിലെ പാട്ടുകളാണ് കൂടുതൽ അറിവുള്ളതും ഞാൻ കൂടുതൽ കേൾക്കാറ്. എല്ലാ ദിവസവും കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, അറിയാതെ പാട്ടില്ലേ, അറിയാതെ അറിയാതെ പവിഴവാ തിങ്കൾ അറിയാതെ, ആ പാട്ട്. അതുപോലെ തന്നെ എന്താ, തേരിറങ്ങും മുഖിലേ മഴത്തൂവലൊന്നു തരുമോ, അതിന്റെയൊക്കെ അഗാധങ്ങളിലേക്കൊക്കെ പോകുമ്പോ ഉള്ളിലേട്ടൊക്കെ പോകുമ്പോ പാട്ടില്ലാതെ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ് അല്ലെ. എപ്പോഴും അത് നമുക്കൊന്ന് ഉറക്കാൻ വന്നില്ലെങ്കിൽ ആ ഒരു പാട്ട് ഇങ്ങനെ കേട്ട് ഇങ്ങനെ ലയിച്ച് 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 ഉറങ്ങി ഇങ്ങനെ പോവുക. ഇരുൾ മൂടിയാലും കണ്ണിൽ തെളിയുന്നു താരനിരകൾ അല്ലേ, ഇരുൾ മൂടിയാലും എൻ കണ്ണിൽ തെളിയുന്ന താരനിരകൾ. ഇതിനകത്ത് അതൊക്കെ ശരിക്കും ഓരോ വരികളുടെയും അർത്ഥമറിഞ്ഞുള്ള ആലാപനം അല്ലെ. അത് അത്തരത്തിലുള്ള പാട്ടുകൾ അദ്ദേഹത്തെ തന്നെ തേടിയെത്തുന്നു. ഏറ്റവും വലിയൊരു ഒരു ക്യൂരിയസ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലഘട്ടത്തില് അദ്ദേഹത്തിന് ഏറ്റവും പീക്ക് ടൈമിൽ അദ്ദേഹം കുറെ നാൾ പാടാതിരുന്നു എന്നുള്ളതാ. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത്രയും യങ് ആണ് അദ്ദേഹത്തിന്റെ വോയിസ്. നമ്മള് കേട്ടില്ലേ ഇപ്പൊ പൊടിമീശ മുളയ്ക്കണ കാലം, അതൊക്കെ എത്രാമത്തെ വയസ്സിലാണെന്നല്ലോ അദ്ദേഹം പാടുന്നത്? ഒരു 70-75 വയസ്സിന് ശേഷമാണ് അദ്ദേഹം പാടുന്നത്. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയായിരുന്നു തോന്നല്ലേ? അല്ല, ആ സമയത്തൊന്നും നമ്മള് ഫീൽ ചെയ്തിരുന്നില്ല ആ പാട്ടിലോ ആ ശബ്ദത്തിലില്ല. ഒന്നും പക്ഷെ പൊതുവെ ആള് കുറച്ച് പ്രായമായതിനു ശേഷം നന്നായിട്ട് ഒരു ഫേസിൽ അത് അറിയാൻ പറ്റുന്ന ഒരു സമയത്തല്ലേ. പക്ഷെ നമ്മൾ ഈ ശബ്ദങ്ങളിലൂടെയാണല്ലോ അദ്ദേഹത്തെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശബ്ദങ്ങൾ ഒരിക്കലും അതാണ് ഒരു സംഗീതത്തിന്റെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരാൾ മരിച്ചെന്ന് പറയും, ഇപ്പൊ ജയചന്ദ്രൻ സാർ മരിച്ചാൽ പോലും അദ്ദേഹം മനസ്സുകളിൽ, സംഗീത ആസ്വാദകരുടെ മനസ്സിൽ, മലയാളികളുടെ മനസ്സിൽ, ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ അദ്ദേഹം മരിക്കുന്നില്ലെന്ന് തന്നെയാണ്. കാര്യം എല്ലാ ദിവസവും നമ്മൾ ഇതൊക്കെ ഈ പാട്ടുകൾ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോ ആ പൊടിമീശ മുളയ്ക്കണ കാലത്ത് എന്നുള്ള പാട്ടിന്റെ പിക്ചറൈസേഷനിൽ തന്നെ വളരെ യങ് ആയിട്ടുള്ള ആളുകളെയാണ് കാണിക്കുന്നത്. ഒരു പള്ളി, ആ പള്ളിയുടെ അവിടെയുള്ള ഒരു പ്രണയം, ആ യങ് ആയിട്ടുള്ള പശ്ചാത്തലത്തില് എത്രത്തോളം നീതി പുലർത്താൻ പറ്റും അത്രത്തോളം നീതി പുലർത്തി വളരെ യങ് ആയിട്ടുള്ള ഒരു ശബ്ദത്തോടെയാണ് നമ്മൾ ജയേന്ദ്രൻ സാറിനെ കണ്ടത്. ആ സമയത്ത് ജയേന്ദ്രൻ സാറിന്റെ പ്രായം 70 കഴിഞ്ഞിരുന്നു. അപ്പൊ അത്രത്തോളം യങ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു സമയത്തൊക്കെ. അപ്പൊ എന്നിട്ട് അദ്ദേഹത്തിന്റെ ഓരോരോ അടുത്തടുത്ത വർഷങ്ങളിൽ ഓരോരോ ഹിറ്റുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം 70 വയസ്സിന് ശേഷമൊക്കെ അദ്ദേഹം ഒരുപാട് ഹിറ്റുകൾ നമുക്ക് തന്നു. ഇപ്പം ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നേ, അപ്പൊ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ എത്ര മനോഹരമായ പാട്ടുകളാണ്. നമുക്ക് ആ പാട്ടുകളിലൂടെയും കൂടി സഞ്ചരിക്കാം അല്ലെ. അദ്ദേഹത്തിന്റെ ഓരോ പാട്ട് ഞങ്ങൾക്ക് അറിയാവുന്നത്ര ഞങ്ങള് പാടും അദ്ദേഹത്തിന്റെ പാട്ടുകൾ. കുറച്ചേ ആയിരിക്കും, പക്ഷെ ഞങ്ങൾ അറിയാവുന്ന അദ്ദേഹത്തിന്റെ എനിക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളുണ്ട്. ആ പാട്ടുകളിലൂടെയൊക്കെ ഒന്ന് അദ്ദേഹത്തിന്റെ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാം. അതിന് അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അറിയില്ലായിരിക്കും ഏതൊക്കെ പാട്ടുകളായിരിക്കും അദ്ദേഹം പാടിയിരിക്കുന്നതൊക്കെ. അറിയാത്ത ആരും ഇല്ല. കാരണം അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെ ജയേന്ദ്രന്റെ ശബ്ദം നേരിട്ട് അറിയാം. കാരണം യേശുദാസ് സാറിന്റെ ശബ്ദത്തിൽ ഒരുപാട് ഇമിറ്റേഷൻസ് ഒക്കെ പലരും വന്നിരുന്നു. ഗായകരിൽ തന്നെ വന്ന ഒരുപാട് പേരിൽ യേശുദാസ് സാറിന്റെ ഇമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ജയചന്ദ്രൻ സാറിന്റെ ഒരു ഇമിറ്റേഷൻ ഉണ്ടായിട്ടില്ല. യേശുദാസിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോ തന്നെ ജയേന്ദ്രന്റെ ഒരു പാട്ട് വന്നു കഴിഞ്ഞാൽ അറിയാം. അതുപോലെ ഏറ്റവും നല്ല കുറെ പാട്ടുകളുണ്ട് അദ്ദേഹത്തിന്. ആദ്യകാലങ്ങളിലെ പാട്ടെടുത്ത് നോക്കിയാൽ യേശുദാസ് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്തൊക്കെയാണ് കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി എന്നൊരു പാട്ട് വരുമ്പോ അയ്യോ
ഷീലാമ്മയുടെ ഒക്കെ ആ ഒരു വിഷ്വലും എല്ലാം കൂടി വരുമ്പോ അന്നത്തെ കാലത്ത് ആ ജയചന്ദ്രന്റെ പാട്ട് എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതൊരു തലമുറയ്ക്ക് വളരെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. ഇന്നത്തെ തലമുറയിൽ എത്ര പേർക്ക് ഇതൊക്കെ അറിയുമെന്നറിയില്ല. കാരണം അത്രത്തോളം എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് അതൊക്കെ. ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ടുകളൊക്കെ. പിന്നെ അതുപോലെ തന്നെ മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. അതെ, തീർച്ചയായിട്ടും. അപ്പൊ പ്രേം നസീറിന്റെ ശബ്ദത്തില് ഏറ്റവും കൂടുതൽ ഇണങ്ങുന്നത് ദാസാറിന്റെ ശബ്ദമാണെന്ന് സ്റ്റാമ്പ് അടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജയചന്ദ്രൻ സാർ വരുന്നത്. എല്ലാ ഗായകരുടെയും ഇടയിൽ ജയേന്ദ്ര സാറിന്റെ ശബ്ദം വേറിട്ട് നിന്നതോടൊപ്പം തന്നെ നായകന്മാരിലും എല്ലാവരിലും ജയേന്ദ്ര സാറിന്റെ ശബ്ദം സ്യൂട്ടായി എന്നുള്ളതാണ്. ഒരുപാട് ഒരുപാട് ഇപ്പൊ ഞാൻ ആ ഒരു വരിയിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുവാണെങ്കിൽ ഒരുപാട് പാട്ടുകളുണ്ട്. അനുരാഗാനം പോലെ അഴകിന്റെ അല പോലെ ആരു നീ ദേവതേ. അതിപ്പോ ഞാൻ പാടുന്നു, ഇതിന്റെയൊക്കെ എത്രയോ ഇരട്ടി ഭാവത്തിലാണ് ജയേന്ദ്ര സാർ ആ പാട്ട് പാടി വെച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്ത് അത്രയും ഭാവത്തോടു കൂടി പാടിയെന്നുകൊണ്ട് ആൾക്കാരുടെ മനസ്സിനെ തൊട്ടുണർത്തുന്നോണ്ട് എല്ലാ പത്രങ്ങളിലും ഭാവഗായകൻ അല്ലെങ്കിൽ ഭാവഗാനം നിലച്ചു ആ ഒരു രീതിക്ക് പോയേക്കുന്നത്. ശരിയാണത്. അത്രത്തോളം ഭാവത്തോടു കൂടി അന്നത്തെ കാലഘട്ടം ആലോചിക്കണം. ഒരു മെലോഡിനും ഇല്ല, ഒരു ഓട്ടോട്ടൊന്നും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരു വരി പാടിയിട്ട് കട്ട്, അടുത്ത വരി പാടുക, വീണ്ടും കട്ട്, അങ്ങനെയുള്ള കാലഘട്ടമല്ല. ഒറ്റ ടേക്കൊക്കെ ആയിരിക്കും. ഒന്ന് തെറ്റിച്ചാൽ വീണ്ടും ആദ്യം മുതലേ തുടങ്ങണം. ആ കാലഘട്ടത്തിലാണ് ഇത്രയും മനോഹരമായിട്ട് ഓരോരോ വാക്കുകൾക്കും ഭാവം കൊടുത്തൊരു ഗായകൻ പാടുന്നതെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. ഇന്നത്തെ തലമുറയ്ക്കൊക്കെ എത്രത്തോളം അതൊക്കെ പറ്റും എന്നുള്ളത് അറിയില്ല. നമ്മളൊന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒന്ന് പഞ്ച് ചെയ്ത് ഒന്നും കൂടെ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ ഒരു പാട്ട് എടുക്കാൻ വേണ്ടി ഒരു ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം എടുക്കുന്ന ആ സമയത്താണ് 10ഉം 20ഉം പാട്ടുകളൊക്കെ ഇവർ പാടിയിട്ടുള്ളത്. ലെജൻസ് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ ഓരോ പതിറ്റാണ്ടിലും ആ പതിറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഹിറ്റുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പാടിയ പാട്ടുകളെല്ലാം 60-70 കാലഘട്ടങ്ങളിലെ പാട്ടുകളാണ്. ഇപ്പൊ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, മലയാളിയുടെ പ്രഭാതം ഒരു പുലർച്ചയൊക്കെ തുടങ്ങുന്നത് ഈ പാട്ടിലായിരുന്നു. നമുക്ക് അത്രത്തോളം ഫ്രഷ്നെസ് ആണ് ആ പാട്ട് കേൾക്കുമ്പോ. സുപ്രഭാതം കേട്ടില്ലേ? അത് ഈ പാട്ടിലുള്ളതാ. ഈ പാട്ടിന് അനുപല്ലവിയായിട്ടൊക്കെ വരുമ്പോഴുള്ള ഒരു സ്റ്റാൻസയാണത്. അതിനൊക്കെ ഒരു പവറാണ് അല്ലെ? തീർച്ചയായിട്ടും ഭയങ്കര റേഞ്ചാണ് ആ പാട്ട്. അങ്ങനെ ഒരുപാട് ഇപ്പോ ദക്ഷിണാമൂർത്തി സ്വാമിയായിട്ട്, അതുപോലെ ബാബുരാജായിട്ട്, ദേവരാജൻ മാസ്റ്ററായിട്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ ആ കാലഘട്ടം കഴിഞ്ഞ് വരുവാണെങ്കിൽ പിന്നീട് നമ്മൾ അദ്ദേഹത്തിന്റെ മറ്റൊരു ഫേസ് ആണ് കാണുന്നത്. ഇപ്പൊ ശരദിന്ദു മലർദീപനാളം നീട്ടി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആ ഒരു പരുക്കനായിട്ടുള്ള എന്നാൽ ഭയങ്കര ഭാവാർദ്രമായിട്ടുള്ള ശബ്ദം നമ്മൾ അടുത്തൊരു 80കളിൽ കേൾക്കണം. 50കൾ ഭയങ്കര, പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ താരതമ്യേന കുറവായിരുന്നു. 80കൾ വരുമ്പോൾ താരതമ്യേന കുറവായിരുന്നു. എന്നാലും അദ്ദേഹത്തിന് ഹിറ്റുകൾ ഉണ്ടായിരുന്നു. ചില ഹിറ്റുകളൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി 60കൾ 70കളൊക്കെ വെച്ച് നോക്കുമ്പോൾ 80കളിൽ എന്തോ അത്രത്തോളം നല്ല ശബ്ദമായിട്ട് കൂടി അദ്ദേഹത്തിന്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ തമിഴ് രംഗപ്രവേശം. വളരെ സുപ്രധാനമായ ഒരു മൂവ്മെന്റ് ആയിരുന്നു അത്. ജയചന്ദ്രൻ സാറിന്റെ തമിഴിലോട്ടുള്ള ആ ഒരു രംഗപ്രവേശം, ഇളയരാജയുടെ സംഗീതം, ജയചന്ദ്ര സാറിന്റെ വോയിസ് നമ്മൾ കേട്ടത് രാസാത്തി വന്ന കാണാതെ നെഞ്ച് കാട്ടാടി പോലാടുത് എന്നുള്ള പാട്ടാണ്. എത്രത്തോളം ആ പാട്ട് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ഇപ്പൊ നമ്മൾ പാടുമ്പോ തന്നെ മനസ്സിലാവും. ആർക്കെങ്കിലും ആ പാട്ട് അറിയാത്തതായിട്ടുണ്ടോ? അല്ലേ? അതെ, വരികൾ അറിയത്തില്ലെങ്കിൽ കൂടി മ്യൂസിക് സംഗീതം പക്ഷെ ഉണ്ടല്ലോ എല്ലാവരും രാസാത്തി എന്നെ കാണാതെ എന്നുള്ള പാട്ട് പറയുമ്പോ എനിക്ക് ആ സമയത്ത് വളരെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ജയചന്ദ്രൻ സാറിന്റെ തമിഴ് പാട്ട് രാസാത്തി അതല്ല, വേറൊരു പാട്ടുണ്ട്. ഇപ്പൊ കടലോര കവിതകൾ എന്നുള്ള സിനിമയില്, അതും ഇളയരാജ സാറിന്റെ തന്നെ സംഗീതമാണ്. അതിലൊരു പാടുണ്ട് ജാനകി അമ്മയിട്ട് പാടിയത്. കൊടിയിലേ മല്ലികപ്പൂ മണക്കുതേ മാനേ എടുക്കവാ തൊടുക്കവാ തൊടിக்கிறேன் நானே,
பறிக்க சொல்லி தூண்டுதே பவழமல்லி தோட்டம் நெருங்க விடவில்லையே നെഞ്ചുക്കുള്ള കൂച്ചോ എന്നൊരു പാട്ടുണ്ട്. തമിഴന്മാർക്ക് ഭയങ്കര ഫേവറേറ്റ് ആ പാട്ട്. കാരണം ഈ പുതിയ ഏതോ സിനിമയിലൊക്കെ ആ പാട്ടിന്റെ ഒക്കെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ഫേവറേറ്റ് പാട്ട്. രാസത്തിന്റെ പോലെ തന്നെ ഭയങ്കര ഫേവറേറ്റ് പാട്ട്. പിന്നെ ആതിരയുടെ ഒരു ഫേവറേറ്റ് പാട്ടുണ്ടല്ലോ, തമിഴ് പാട്ട്, നമ്മുടെ അതെ 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 ആതിരക്ക് അത് രണ്ടുപേര് പാടാൻ പറ്റും. ഒരു ദൈവം തந்த പൂവേ കണ്ണിൽ തേടലെന്ന തായേ വാഴ്വ് തുടങ്ങുമിടം നീതാനേ വാഴ്വ് തുടങ്ങുമിടം നീതാനേ കാற்றை പോലെ നീ വந்தாയേ ശ്വാസமாக നീ நின்றாயே மார்பிலோரும் உயிரே ஒரு தெய்வம் தந்த பூவே കണ്ണിൽ തേട നിന്ന തായേ. എത്ര ഭയങ്കര പിച്ചാണ്. പക്ഷെ എന്നാലും ഒരു ആ പാട്ടൊക്കെ എന്ന് പറഞ്ഞാല് അല്ലെ എപ്പോഴും നമ്മളെടുത്ത് കേൾക്കുന്ന പാട്ടുകളാണ്. എനിക്ക് ഭയങ്കര കേൾക്കുമ്പോ മനസ്സിൽ കൊള്ളുന്ന ചില പാട്ടുകളുണ്ടല്ലോ. തീർച്ചയായിട്ടും മലയാളത്തിൽ ഒരുപാട് ഒരുപാട് പാട്ടുകൾ നമുക്ക് എണ്ണി പറയാൻ വേണമെങ്കിൽ ഇപ്പൊ മഞ്ഞലയിൽ മുങ്ങി തോർത്തി കരിമുകിൽ കാട്ടിലെ ഹർഷഭാഷ്പം പുറകിലോട്ട് പോയി കഴിഞ്ഞുള്ള പാട്ടുകളല്ലേ. നീലഗിരിയുടെ സഖികളെ പിന്നെ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. ഇതിനകത്തേക്ക് ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ആ പാട്ടുകളോടൊപ്പം തന്നെ ആ വരികൾ ശ്രദ്ധിച്ചോ. സത്യം കാര്യം ആ വരികൾക്കും അതേപോലെ ഒരു പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ഈ പാട്ടുകൾ ഇതിലിപ്പോ എഴുതിയത്. ഇപ്പൊ പത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട് ഒരു നേരെ തന്നെ. ആ നേരെയാണ് ഞങ്ങളിപ്പോ ഇങ്ങനെ ഇപ്പൊ പാടിയത് നിങ്ങളുടെ മുമ്പില്. അതിലിപ്പോ ഇപ്പൊ ചന്ദനത്തിൽ കഴിഞ്ഞിട്ട് മലയാള ഭാഷതൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു കിളികൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലി നിൻ പുളിയില കരമുണ്ടിൽ തെളിയുന്നു. കേരളത്തിനെ മുഴുവനായിട്ടല്ലേ ആ ഒരു ഭയങ്കരമായ ഒരു ഓരോ വരികൾ ഇങ്ങനെ പെറുക്കി പെറുക്കി ഭാവം കൊടുത്ത് പാടിയ പോലെയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു പാട്ട് എഴുതിയിരിക്കുന്ന ഒരു മല്ലിക ബാണൻ തന്റെ വില്ലെടുത്തു എന്നുള്ളൊരു പാട്ട്. ആ അത്രത്തോളം നല്ല ഗാനരചയിതാക്കളും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. നമുക്കൊരു വാഗ്മയ ചിത്രം, സംഗീതത്തിലൂടെ ഒരു വാഗ്മയ ചിത്രം നമ്മുടെ ഉള്ളിൽ കിട്ടും അല്ലെ. മല്ലിക ബാണൻ തന്റെ വില്ലെടുത്തു എന്ന് പറയുമ്പോ കേൾക്കുമ്പോ അത് ഏത് സോങ് ആയിട്ട് തോന്നുന്നു, ഒരു ഭയങ്കര ഹിസ്റ്റോറിക് ആയിട്ടുള്ള സോങ് ആണ് തോന്നും. പക്ഷെ ഇതൊരു ലവ് സോങ് ആ. മല്ലികാഭാണം തന്റെ വില്ലെടുത്തു ശൃംഗാരമലർ കണ്ടു ശരം തൊടുത്തു. അപ്പൊ ജയന്ത സാർ മാറിലോ നിന്റെ മറുകിലോ മധുര മധുരമൊരു വേദന. ഭയങ്കര ഒരു ഫീലിംഗിലോട്ട് അങ്ങോട്ട് വരുന്നത് പാട്ട്. ഒരു ലവ് സോങ് ആണത്. ആ ലവ് സോങ്ങിന്റെ മല്ലികാഭാണം തന്റെ വില്ലെടുത്തു എന്നൊക്കെയാണ് ലവ് സോങ്. ഇന്ന് ഏതെങ്കിലും ഒരു ലവ് സോങ്ങിന് അങ്ങനത്തെ ലിറിക്സ് സങ്കല്പിക്കാൻ പറ്റൂ? കുളിരോ മഴയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നത്തെ അല്ലേ. അതാണ് തുടക്കം പറഞ്ഞത്. നമ്മൾ ആ എത്ര ഇന്നത്തെ കാലഘട്ടത്തെ എത്ര പാട്ടുകൾ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ അത് ആ സമയത്ത് ഹിറ്റ് ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ കേൾക്കുന്നത് ഏതാ എപ്പോഴും കൂടുതൽ അതാണ്. കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യ പുസ്തകമല്ലോ ജീവിതം, അതിൽ കണക്കെഴുതാൻ ഭയങ്കര സംഭവം. അതിൽ ഒരുപാട് ലിറിക്സ് ഓർമ്മയില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് പാടാമായിരുന്നു. അങ്ങനെ ഒരുപാട് ഗാനങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ. നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ ലിറിക്സ് ഒക്കെ എടുത്ത് മുഴുവനായിട്ട് എടുക്കാനാണെങ്കിൽ നടക്കില്ല. അത്രയും പാട്ടുകളുണ്ട് അദ്ദേഹത്തിന്റെ. അതുപോലെ തന്നെ മോഹം കൊണ്ടു ഞാൻ ദൂരെ പൂത്തനാൾ മധു തേടി പോയി ദൂരെ താഴെ തളിരാർന്ന പൂവനങ്ങൾ, മോഹം കൊണ്ടു ഞാൻ ദൂരെ
തേടിപ്പോയി. അത്രയും എല്ലാരും കേൾക്കുന്നത്. എവിടെ പോകാൻ നേരത്തും ചിലപ്പോൾ നമ്മളൊരു ട്രിപ്പ് വെച്ചോ, അതിനകത്ത് ഈ ഒരു മധ്യവയസ്കർ അല്ലെങ്കിൽ ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഇനി പിള്ളേര് പോലും പാടുന്ന ഒരു പാട്ടായിരിക്കും. പ്രത്യേകിച്ച് റിയാലിറ്റി ഷോകളിലൊക്കെ ഈ പാട്ടുകളൊന്നും ഒഴിവാക്കാനേ പറ്റില്ല. അതെ, എപ്പോഴാണെങ്കിലും ആരെങ്കിലും ഒക്കെ ആയിട്ടാണെങ്കിലും അല്ലേ പാടും. അതുപോലെ ശിശിരകാലമേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങും ആത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാത്തിനും ഒരു എന്താ പറയാ ഭയങ്കര രോമാഞ്ചം വരുന്ന പോലത്തെ പാട്ടുകൾ. ഭാവമാണ് മെയിൻ അല്ലെ. ശിശിരകാലത്തിന്റെ ഒരു ഭംഗി, ഒരു പവർ, ഓരോ വാക്കിനും ഓരോ അക്ഷരത്തിനും റെസ്പെക്ട് ചെയ്ത് പാടുന്ന ഒരു. ഇപ്പൊ ഇത്തരത്തിലുള്ള പാട്ടുകൾ കഴിഞ്ഞപ്പോ ദേവരാഗം എന്നുള്ള സിനിമയിലെ പാട്ടാണ് ശിശിരകാല മേഘമിഥുന എന്നുള്ള പാട്ട്. ഭരതൻ സാറ് സംവിധാനം ചെയ്ത സിനിമയാണ്. ആ സിനിമകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഏത് പടമാണ്, വിനീതിന്റെ ഒരു പടമില്ലേ, മോനിഷയൊക്കെ ഉള്ള ആരെയും ഭാവഗായകനാക്കും, അതില് ആ പാട്ടൊക്കെയുള്ള സിനിമ. അതില് ജയേന്ദ്രൻ സാറിന്റെ ഒരു പാട്ടുണ്ട്. അയ്യോ ആ പാട്ട് ഏതായിരുന്നു, ദൈവം ഓർമ്മിപ്പിച്ചെന്ന്. നല്ലൊരു പാട്ടുണ്ട് അതില്. നോക്ക് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി. ആ പാട്ട് നല്ലൊരു പാട്ട്. ആ പാട്ടിലെങ്കിൽ വന്നം നല്ലൊരു പാട്ട്. ആ പാട്ട് ആരെയും ഭാവഗായകൻ എന്നുള്ളത് യേശുദാസിന്റെ പാട്ടാ. അതിൽ ഭാവഗായകന്റെ ഒരു പാട്ടുണ്ട്. ആരെയും ഭാവഗായകനാക്കും എന്ന് യേശുദാസ് സാർ പാടുമ്പോ അതേ സിനിമയിൽ ഭാവഗായകന്റെ ഒരു സോങ് ഉണ്ട്. ആ സോങ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മെമ്മറിയിൽ അത് വരുന്നില്ല ഇപ്പോ തൽക്കാലത്തേക്ക്. അത് ഏതായിരുന്നു ആ പാട്ട് എനിക്ക് പാട്ട് കിട്ടിയില്ല. ഇനി ഇതാവും ആ സിനിമ എടുത്ത് നോക്കും. അതിലാണ് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി. കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടാവും അത് ഈ പാട്ടാടാ മണ്ടാന്നൊക്കെ പറയുന്നുണ്ടാവും. ഒന്ന് പാടടാ മണ്ട, അത് ഈ പാട്ടാടാന്നൊക്കെ പറയുന്നുണ്ടാവും. എനിക്കറിയാം. നിങ്ങൾ പറയോ ഇത് പാട്ടാന്ന് പറയോ? പക്ഷെ മറന്നു പോവല്ലോ, സ്വാഭാവികം. എല്ലാം ഇത്രയും പാട്ടുകൾ ഇറക്കാൻ നേരത്ത് കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ. കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ. ഒരു ദേവദൂതി. എല്ലാത്തിനും ഒരു റൊമാൻസ് അല്ലേ? അതായത് കേവല അങ്ങനെ എടുക്കാൻ അധികം. അതായത് കേവലം ഒരു സംഭവമാണ്. അതുകൊണ്ട് കേവല ഭയങ്കരമായ ഒരു ഭാവമാണത്. അതൊക്കെ നമുക്കൊക്കെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് ജയേന്ദ്രൻ സാറ്. ഓരോ വാക്കിനും എങ്ങനെ ഭാവം കൊടുക്കണം എന്നുള്ളത് ഓരോ ഗായകനും അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ആലാപന ശൈലിയിൽ നിന്ന് കണ്ട് കേട്ട് പഠിക്കണം. അത്രത്തോളം വലിയൊരു ടെക്സ്റ്റ് ബുക്കാണ് നമ്മളോടിപ്പോ വിട പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിനി പഠിക്കാനുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തില് ഒരു 90കളൊക്കെ ആയതോടുകൂടി അദ്ദേഹത്തിന് ഗാനങ്ങൾ കുറഞ്ഞു. ബിജിപാലൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു അത്രയും നല്ല വോയിസ് ഉള്ള സമയത്ത് ഗാനങ്ങൾ കുറഞ്ഞെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല, അതെന്ത് പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോ ആ സമയത്താണ് കമൽ എന്നുള്ള ഡയറക്ടർ ഒരുപാട് ഹിറ്റ് സിനിമകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. കാക്കോത്തിക്കാവലെ, അപ്പൂപ്പന്താടിയും, ഉണ്ണികൾ ഒരു കഥ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്ത കമൽ സാറ് ഒരു ദിവസം ഒരു ലോഡ്ജിൽ എന്തോ വന്നപ്പോ ജയേന്ദ്രൻ സാറിനെ കാണേണ്ട ഒരു സാഹചര്യം വന്നപ്പോ ജയേന്ദ്രൻ സാർ ഒരു പരിഭവത്തിലാണ് കമൽ സാറിനൊക്കെ ഫേസ് ചെയ്തത്. കുറെ സിനിമകളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഒരു പാട്ട് പോലും നീ എന്നെ കൊണ്ട് പാടിച്ചിട്ടില്ലോ എന്നുള്ളൊരു പരിഭവം ജയേന്ദ്രൻ സാറ് പങ്കുവെക്കണം. ആ ഒരു ക്യാരക്ടർ അങ്ങനെ എടുത്തടിച്ച പോലെ പറയും. ഒന്നുമില്ല അദ്ദേഹത്തിന്, അദ്ദേഹം പറയാനുള്ള അദ്ദേഹത്തോട് പറയും. അപ്പൊ കമൽ സാറിനോട് ഇങ്ങനെ പറഞ്ഞു നീ ഒരു പാട്ട് പോലും പാടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ കമൽ സാറിന് അത് ഭയങ്കര ഫീലിംഗ് ആയി. ജയേന്ദ്രൻ സാർ അത് പറയുന്നേ അവരുടെയൊക്കെ കുട്ടിക്കാലം ഒക്കെ മനോഹരമാക്കിയ ഗാനങ്ങളുടെ ഉടമ അദ്ദേഹം പറയുന്നത് മനസ്സിൽ തീരുമാനിച്ച ഒരു പാട്ട് കൊടുക്കണം. അങ്ങനെ യുവാക്കളുടെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ വരികയാണ് നിറം. ഭയങ്കര സൂപ്പർ ഹിറ്റ് സിനിമയാണ്. ആ യുവാക്കളുടെ സിനിമയില് ആ യുവ ശബ്ദം പ്ലേസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാ. ജയേന്ദ്രൻ സാറിന്റെ ഒരു പാട്ട് വരികയാണ്. ആ പാട്ട് കേൾക്കാത്ത മലയാളികളുണ്ടോ? മറക്കുമോ നമ്മൾ ആ പാട്ട്? ഏത് പാട്ടാ?
പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളാനീണം നൽകി, ഈണം തേടും ഈറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി, താളക്കൊമ്പത്തു ഞാനാടി പാടു അല്ലെ പാടു നാട്ടുമൈ, താളക്കൊമ്പത്തു ഞാലാടി പാടു നാട്ടുമൈനെ. ഒറ്റ സ്ട്രെച്ചാ, പക്ഷെ അതിന്റെ ആ ഒരു സിറ്റുവേഷനും ഒക്കെ അല്ലേ ഒറ്റ ശ്വാസത്തിൽ അദ്ദേഹം പാടി വെച്ചിരിക്കുന്ന ഒരു ഗാനമാണത്. ആ ഗാനത്തിന് അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടുകയാണ് മികച്ച ഗായകനുള്ള. അങ്ങനെയായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഒരു കംബാക്ക്. എനിക്ക് തോന്നുന്നു ആ സിനിമയിലെ സിറ്റുവേഷൻ പോലെ തന്നെയാണ് ഈ റിയാലിറ്റിയിലും. കാര്യം ആദ്യം ഒരു അകാരമൊക്കെ പാടുമ്പോൾ ആൾക്കാർ കൂവുന്നു, ആദ്യം തുടങ്ങുമ്പോ അതങ്ങ് തുടങ്ങുക. അത് തന്നെയാണ് ആ എനർജി തന്നെ ശരിക്കും നമുക്ക് റിയൽ ലൈഫിൽ എല്ലാം ആസ്വദിച്ച് കംബാക്ക് ആയിരുന്നു ആ സിനിമയിൽ. ആ സീൻ പോലെ തന്നെ അതുകൊണ്ട് കമല് നല്ല രീതിയിൽ തന്നെ ആ സീനെ പ്ലേസ് ചെയ്തു. ഒരു വലിയൊരു കംബാക്ക് തന്നെ അതിലൂടെ കൊടുത്തു, അവാർഡും കിട്ടി. പിന്നെ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എത്രയോ മനോഹരമായ ഗാനങ്ങൾ. ഇപ്പോ പൊന്നുഷെന്നും നീരാടുവാൻ വരുമീ സൗന്ദര്യ തീർത്ത കടവിൽ, സൗന്ദര്യമുണ്ട് അല്ലെ, ഭാവാർദ്രമായ ഗാനങ്ങളെ അദ്ദേഹത്തിന് അല്ലാതെ ആർക്ക് കൊടുക്കും? അതുപോലെ തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ, അതിന്റെ മറ്റേ ആ പല്ലവിയും അതിലോട്ടൊക്കെ പോകുമ്പോ അങ്ങ് ഉള്ളിൽ എന്താ ഉറങ്ങാത്ത മോഹം തേടും ഉഷസിന്റെ കണ്ണീർ തീരം, കരയുന്ന പൈതൽ പോലും തീരാദാഹം, മഴപ്പക്ഷി പാടും പാട്ടിൽ കടം തീരുമോ. വരികളൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ കടം തീരുമോ? ശരിയാ, ഒരിക്കലും ഈ കടം നമുക്ക് തീരത്തില്ല. അതുപോലെ നല്ലൊരു കണക്ഷൻ. അതുപോലെ തന്നെ പിന്നെയും അദ്ദേഹത്തിന് ആ ഒരു താരാട്ട് സുഖമുള്ള പാട്ടുകളിൽ തന്നെ നല്ല നല്ല ലളിതഗാനങ്ങളുണ്ട്, മനോഹരങ്ങളായ ലളിതഗാനങ്ങൾ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. അത് ശരിക്കും അല്ലേ, അതായത് ഒരു കൊച്ചു കുഞ്ഞിനെ ഉറക്കാൻ കിടത്തിയേക്കുക. അപ്പോ പാടണം, കൊച്ചുറങ്ങണം, പക്ഷെ ഒരുപാട് ശബ്ദം പാടില്ല. അപ്പൊ ഒന്നിനി ശ്രുതി താഴ്ത്തി, അതായത് പതിയെ, പക്ഷെ കൊച്ചുറങ്ങണം. കാരണം അവൻ ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണെന്ന് വിചാരിക്കും. അതിൽ പറയുന്നുണ്ട് എന്നോമലുറക്കമായി ഉണർത്തരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഉറങ്ങിക്കിടക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന് പാടുന്ന ഒരു പാട്ടാണ്. അപ്പൊ ആ കുട്ടിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനും പാടില്ല, എന്നാലോ ആ പാട്ട് കേട്ട് ആ കുട്ടി ഇങ്ങനെ ഉറങ്ങിപ്പോണം. അതാണ് ഒരു കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിൽ എത്ര മനോഹരമായിട്ടാണ് ആ പാട്ടിനെ ഫ്രേസ് ചെയ്തിരിക്കുന്നത്, അല്ലെ? അതായത് വളരെ അത് അദ്ദേഹത്തിനെ പാടാൻ പറ്റുള്ളൂ. അത് ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, ഭാവം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര. ഞാൻ ആദ്യമായിട്ടൊക്കെ പാടി തുടങ്ങിയ സമയത്ത് ഭാവം എന്നുള്ള സംഭവമേ ഇല്ലായിരുന്നു. വളരെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ തുറന്ന് പാടുക. ആ സമയത്ത് കുറച്ചൊരു കേട്ടിട്ട് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല, ഭാവമില്ല എന്ന് പറഞ്ഞു. ജയേന്ദ്ര സാറിന്റെ ഒക്കെ പാട്ട് കേട്ടു പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ ഭാവത്തിന്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. അത്രത്തോളം മനോഹരമായ ഭാവത്തിൽ അദ്ദേഹം പാടുമ്പോൾ നമുക്ക് ഇങ്ങനെ കേട്ട് ഇങ്ങനെ നിർവൃതിയാണ് അതിനെ പറ്റുള്ളൂ. ഒരിക്കലും ഒരാൾക്കും അത് പകരമാവില്ല, പകരം വെക്കാൻ സാധിക്കില്ല, അല്ലെ? അതെ, എനിക്ക് തോന്നുന്നു ഈ ക്ലാസിക്കലൊക്കെ പഠിച്ചരച്ച് കലക്കി വന്നിരുന്നവരുടെ ഒരു കാലഘട്ടത്തില് അവരെല്ലാം ആ കൂട്ടത്തില് കട്ടക്ക് നിന്ന് മുന്നില്, കാര്യം ഒരിക്കലും പിന്നോട്ട് വിടാൻ പറ്റാത്തൊരു ഒരാളായിട്ട് തന്നെ നിന്നെങ്കിൽ. നമ്മള് മിഴിരണ്ടിലും പാടിട്ടല്ലേ, മിഴിരണ്ടിലും പാട്ട് ആലിലത്താലിയുമായി വരുന്നേ തിങ്കളേ ഇതിലേ ഇതിലേ ആവണി പൊയ്കയുമാണമൂലും ആമ്പലോ വരുവാനരികെ. ആ അരികെയൊക്കെ പാടുമ്പോ എന്താ അതിലിങ്ങനെ ഒരു സൗണ്ട്. മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ, മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം, വരവേൽക്കുമൈനെ നിറമംഗളമരുളൂ കോകിലമേ, വരവേൽക്കുമൈനെ നിറമംഗളമരുളൂ കോകിലമേ, സുരഭിലമാമൊരു മണിയറമെനയും മധുബന മാനസമേ.
ഭയങ്കര ഫീലുള്ള രീതിയിൽ അദ്ദേഹം അങ്ങോട്ട് കൊണ്ടുപോകും അത് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടമല്ലല്ലോ ദിലീപിന്റെ ഒരു പടം, ദിലീപിന്റെ മറ്റേ ഇഷ്ടമാണോ? ഇഷ്ടമല്ല ദിലീപിന്റെ മറ്റേ സാറേ സാറേ സാമ്പാർ എന്നുള്ള പാട്ടൊക്കെ ഉള്ള പടം. നീ ഒരു തിളക്കം, അതല്ലേ പാട്ട്? അതില് നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാ. അതിലെനിക്ക് ഏറ്റവും അദ്ദേഹത്തിന്റെ അനുപല്ലവികളുടെ ഒരു ഫാനാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ഇല പൊഴിയും ശിശിരവനത്തിൽ നീ അറിയാതൊഴുകും കാറ്റാകും നിൻ മൃദുവിരലിൻ, അതായത് പറഞ്ഞു നിൻ മൃദുവിരലിൻ സ്പർശം കൊണ്ടൻ പൂമരമടി. ഭയങ്കര രസമാണ്. അവിടെ ശാരദയാമിനി, ശാരദയാമിനി നീയാകുമ്പോൾ യാമകിളിയായി പാടും അടുത്ത ഋതുവിൻ ഹൃദയം നീയായി മാറും പ്രേമസുന്ദരമാകും ഞാൻ. അങ്ങനെ ഓരോ വരികളും ഇങ്ങനെ എടുത്തെടുത്ത് പറയാം അദ്ദേഹത്തിന്റെ ഭാവ. അല്ല അത് എന്താ ഇപ്പൊ തന്നെ നമുക്ക് പാടിയിട്ട് തന്നെ ഒരു ഭയങ്കര അല്ലേ? തീർച്ചയായിട്ടും. നീ പറഞ്ഞൊരു ഫേവറേറ്റ് പാട്ടില്ലേ, ആ പാട്ട് ഒന്ന് പാടാമോ? മറ്റേ അറിയാതെ അത് നീ ഒന്ന് തുടങ്ങാമോ? ആ പാട്ടൊന്ന് പാടിയൊന്ന് ഒന്ന് അറിയാലോ പാട്ട്? അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ തെറ്റിക്കഴിഞ്ഞാ സ്വാഭാവികല്ലേ. മെയിൽ വർഷം ഞാനും പഠിക്കോളാം. ഒന്ന് തുടങ്ങിയ ലിറിക്സ് എടുക്കണം അല്ലേ? നോക്കിയ കയ്യിലൊരു ധൈര്യത്തിന് ഇരുന്നുണ്ട്. അറിയാതെ അറിയാതെ പവിഴവാർത്തിങ്കൾ അറിയാതെ അലയാൻ വാലിയാൻ വായി പ്രണയതൽപത്തിൻ ഗന്ധർവയാമം ഇതുരനക സംഗീത. അത് വളരെ ഹിറ്റായിട്ടുള്ള സിനിമയൊന്നും അല്ല, ഒരു ഹിറ്റ് ആവാത്തൊരു സിനിമയിലെ ഒരു പാട്ടാണ്. പുഴ പാടും ഈ പാട്ടിൽ മഴമേയും ഈ കൂട്ടിൽ ഒരു പൂവയിൽ തൂവലായി. എനിക്കിപ്പോ നല്ല കേൾവി, കാര്യം ഞാൻ എപ്പോഴും കേട്ടോണ്ടിരിക്കും. ചേട്ടൻ ഞാൻ ഇടയ്ക്ക് പാട്ട് പാടാറുണ്ട്. പക്ഷെ ഈ ഒരു പാട്ട് എത്രത്തോളം ആളുകൾ കേട്ടിട്ടുണ്ടോ നമുക്കറിയില്ല. പക്ഷെ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. പക്ഷെ അതൊരു എന്താ പറയാ, അതിനകത്ത് ഒരു കേട്ടോണ്ടിരിക്കാൻ ഒരു രസമുണ്ട്. കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ കേട്ടോണ്ട് തന്നെ തോന്നും അങ്ങനെ. പിന്നെ എന്ന് വെച്ചാൽ ഹിറ്റ് ആവാതെ ചിലത് സിനിമകൾ ഹിറ്റ് ആയില്ലെങ്കിലും പാട്ടുകൾ ഒരുപാട് ഹിറ്റ് ആവാറുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. സിനിമ പൊട്ടിപ്പോയാലും പാട്ട് ഹിറ്റ് ആയി. ഓരോ പതിറ്റാണ്ട് 2000 കാലഘട്ടത്തിലുള്ള പാട്ടുകളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇപ്പൊ ഈ നീയൊരു പുഴയായി, അതുപോലെ അതൊരു ഗംഭീരമായൊരു സോങ് ഉണ്ട് കേട്ടോ, ഒരാൾ മറക്കാത്ത ഒരു സോങ് ഉണ്ട്, ഗ്രാമഫോൺ എന്നുള്ള സിനിമയിൽ. ആ സിനിമയില് ദാസാറിന്റെ ഒരുപാട് ഹിറ്റ് സോങ് ഉണ്ട്. ഇപ്പൊ നിനക്കിന്റെ മനസ്സിലെ മലരി, അങ്ങനത്തെ പാട്ടുകളൊക്കെ ഉണ്ട്. ആ സിനിമയുടെ പാട്ട് എന്ന് പറഞ്ഞാൽ എന്തേ ഇന്നും വന്നീല, ആ പാട്ട് തന്നെയാ. അനുരാഗം നീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തു പിൻകിന്നരൻ. ഇപ്പോഴും അതാണ് എന്താ പറയാ, ഇപ്പൊ അതിന്റെ പാട്ട് പാടിയ ആളും കൂടെ എനിക്ക് ആ പാട്ടിന്റെ പാട്ട് പാടിയ ആൾ മരിച്ചു. ആ ഫ്രെയിമിലുള്ള മിക്ക ആളുകളും വിട പറഞ്ഞു പോയാൽ മുരളി സാർ, ഒടുവിലുണ്ണി കൃഷ്ണൻ, അതുപോലെ ഓൾമോസ്റ്റ് എല്ലാവരും, സലിംകുമാർ ഉണ്ട്, ബാക്കി എല്ലാവരും തന്നെ. അത് സലിംകുമാർ തന്നെ എപ്പോഴും ഒരിക്കൽ എവിടെയോ പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, അതായത് എവിടെയോ ഒരു മരണം കഴിഞ്ഞ് എന്തോ വന്ന് ഇരിക്കുന്ന സമയത്ത് വൈകിട്ട് ഒരു 10-12 മണി സമയത്ത് TV ഓൺ ചെയ്തപ്പോൾ ഈ പാട്ടാ വന്നത്. അപ്പോൾ ആ പാട്ട് കേൾക്കാൻ നേരത്ത് ആ ഫ്രെയിമിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു. അപ്പൊ അടുത്തത് എന്റെ ദൈവം ഇനി ഞാനാണല്ലോ. അതൊരു ഭയങ്കര ഒരു ടെൻഷനും ആ ഒരു ഇത്. ഇന്നിനിപ്പം നമുക്ക് ഇപ്പൊ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഫ്രെയിമിലുള്ള ആള് കൂടാതെ ആ സൗണ്ടിനുടമയും കൂടെ ഇപ്പൊ പോയി. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ആ ഒരു കോമ്പിനേഷൻ ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ആ പാട്ടിന്റെ ഒരു അനുപല്ലവിയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കിത് പാടില്ലെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടില്ല. പാടിക്കോ പാടിക്കോ. എൻ ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. നിന്നിഴിയാകും മധുപാത്രത്തിലെ നിന്നിഴിയാകും മധുപാത്രത്തിലെ മാസ്മരം. അതന്നെ ഫീമെയിൽ വോയിസ് എനിക്ക് പാടാണല്ലോ. അതൊക്കെ ഭയങ്കര ഒരു ഭയങ്കരമായല്ലേ. മാസ്മര മധുരം നുകരാം ഞാൻ
ഞങ്ങളുടെ ഒരു ആസ്വാദനോടെ ഞങ്ങൾ പാടുന്നത്. ഞങ്ങൾ അദ്ദേഹത്തെ കുറിച്ചുള്ള ഞങ്ങളുടെ ഓർമ്മകളൊക്കെയാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. കാരണം ഈ ഒരു നിമിഷം ഇതൊക്കെ പറയാതെ കാരണം ഇന്ന് ഈ പാട്ടൊക്കെ ഒരുപാട് ആ ഒരു കാലഘട്ടത്തിലല്ല, ഇപ്പൊ കുറച്ചും കൂടെ ഇതിനൊക്കെ ഒന്നുകൂടെ കേട്ടിട്ടുണ്ടോ തോന്നി സോങ്. അതുപോലെ പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാറിയതെന്തേ മണമെല്ലാം മധുര കനവായി മാറി. മണിവില്ലിൻ നിറമുണ്ടോ മഞ്ഞോളം കുളിരുണ്ടോ ഒരു വട്ടം കൂടി ചൊല്ലാമോ. മഴവിൽ കൊടി മഞ്ഞാലേ മഞ്ഞിലകൾ മഞ്ഞിൽ പോയി മൺവാസന ഒരുപാട് മനോഹരമായ. അതുപോലെ ദേവരാഗമേ മേലെ മേഘത്തേരിൽ ചിമ്മാടിവാ താഴെവാ. ദേവരാഗമേ മേലെ മേഘത്തേരിൽ ചിമ്മാടിവാ താഴെവാ. ഹൃദയങ്ങൾ തോറുമേ മധുമാരി പേതുവാ. അതിന്റെ വെറൈറ്റി ഓഫ് വേരിയേഷൻസ് വരുന്നുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ മനോജ് കെ ജയൻ അത് പാടുന്നത് അങ്ങനെ ദേവരാഗം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഒരു ഗായകൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ മനോജ് കെ ജയൻ പാടുന്നത്. ആ പാട്ട് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് മനോജ് കെ ജയന്റെ ആ ഒരു അഭിനയവും ആ പാട്ടിനെ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അതും ജയേന്ദ്ര സാറിന്റെ മനോഹരമായ ആലാപനം. പിന്നെ മനോജ് കെ ജയൻ എന്ന് പറയുമ്പോൾ ഒരു പാട്ടുകാരനാണ്, ഒരു പാട്ടുകാരന്റെ മോനാണ്. അലിഞ്ഞു പാടിയിട്ടുണ്ട് അദ്ദേഹം, അലിഞ്ഞു പാടിയിട്ടുണ്ട് അല്ലേ അല്ലെ, ആ കൈയൊക്കെ വെച്ചിങ്ങനെ. അതുപോലെ കൂടെ പാടുന്ന ഫീമെയിൽ വോയിസിന്റെ ആണെങ്കിലും അതേപോലെ തന്നെ ആ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അങ്ങനെ എത്ര മനോഹരമായ ഇപ്പൊ ഈ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്ലേലിസ്റ്റിലുള്ള പാട്ടുകളായി പറയുന്നത്. നമ്മൾ എല്ലാ ദിവസവും കേട്ട് കിടന്ന് ഉറങ്ങുന്ന പാട്ടുകളിലൊക്കെ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ കേട്ട് എണീക്കുന്ന പാട്ടുകൾ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും. അങ്ങനെ അദ്ദേഹം 2000 കാലഘട്ടം ഇങ്ങനെ ഇത്രയും മനോഹരമായ ഗാനങ്ങളിലൂടെ അദ്ദേഹം ഇങ്ങനെ കൊണ്ടുപോവാണ്. ആലോചിക്കണം, ദാസാറിന്റെ ഒരു 30 പാട്ടുള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ 1-2 പാട്ട്. പക്ഷെ ഈ 2 പാട്ട് മതി, ജേഡിന് ഈ 2 പാട്ട് മതി. ഓക്കെയാണ് അവിടെ, വേറെ ഒരു പ്രശ്നമില്ല അവിടെ, പരാതിയില്ല, പരിഭവമില്ല. പരിഭവം ഇങ്ങനെ പറയും അദ്ദേഹം, പക്ഷെ കൂടുതൽ അദ്ദേഹം ഇങ്ങനെ പൊട്ടിത്തെറിച്ചൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയും. അവിടെ ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ എന്തായിരിക്കും ഇങ്ങനെ എന്ന് ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷെ എന്നാൽ കൂടി ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റും. അതെ അതെ തീർച്ചയായിട്ടും. കാരണം അത്രയ്ക്കും ഭാവഗായകൻ. ആ ഭാവം ഓരോരുത്തരുടെ ഹൃദയത്തിലും തൊട്ടുണർത്തുന്നുണ്ട് അല്ലെ. പ്രണയമാണെങ്കിൽ പ്രണയം, വിരഹമാണെങ്കിൽ വിരഹം. പിന്നെ അതല്ല മറ്റെന്തെങ്കിലും ഭയങ്കര എനിക്ക് തോന്നുന്നു കൂടുതലും പ്രണയവും പ്രണയവും വിരഹവും രക്ഷയില്ല അദ്ദേഹത്തിന്റെ. അതൊരു ഭയങ്കര മറ്റേ അടിച്ചുപൊളി പാട്ടുകൾ ചെണ്ടയ്ക്കൊരു കോലുണ്ടട മണ്ടയ്ക്കൊരു കൊട്ടുണ്ടട ചൊല്ലിപ്പടി തല്ലിപ്പടി താളം, അങ്ങനത്തെ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് രാപ്പകലിലൊരു പാട്ട്, തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുൻപിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്കിടാവ് കോടിപ്പാവുടുത്ത് കളിത്താലവുമായി വിഷു കൈനീട്ടമെൻ കയ്യിൽ തരുമോ, എന്റെ രണ്ടും നിറയും ഞാൻ തൊഴുതു കാലിൽ വീഴും തങ്ക മനസ്സ്. ഇപ്പൊ അത് കുറെ പേര് റീൽസ് ഒക്കെ പാട്ട് അല്ലേ, വീണ്ടും ഒരിക്കൽ കൂടി തിരിച്ചു വന്നായിരുന്നു ആ പാട്ടുകളൊക്കെ. അതായത് ഒരിക്കലും മരിക്കുന്നില്ല ഈ പാട്ടുകളൊന്നും. അതുപോലെ നീ മണിമുകിലാടുകളാടിയുലഞ്ഞൊരു മിന്നൽ പാട്ടൊക്കെ മറക്കാൻ പറ്റും. അതിൽ തന്നെ മിന്നലഴകേ ഒന്ന് നില്ല്, അതൊക്കെ ഇനി ആര് പാടും? അങ്ങനത്തെ പാട്ടുകളില്ല ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് സേഫാ, ഗായകര് സേഫാ. അങ്ങനത്തെ പാട്ടുകളില്ലല്ലോ, അപ്പൊ പിന്നെ അത് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അതൊക്കെ ഒരു എന്താ പറയാ, നമുക്ക് എത്ര പറഞ്ഞാലും തീരാത്തത്രയും പറയാൻ പറ്റില്ല. അത്രയ്ക്കും ഒരു വലിയൊരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഗാനങ്ങൾ. അദ്ദേഹത്തിന്റെ ഒരു പാട്ടുണ്ട്, മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പുന്ന അതിനകത്തും ഭാവം തോന്നുന്നു. രണ്ടാമത്തെ സ്റ്റാൻസ് വീണ്ടും പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്ത്
സ്നേഹതീരം, ഭയങ്കര പ്രകൃതി ഭംഗിയും സംഗീതത്തിന്റെ ഭംഗിയും എല്ലാം അല്ലേ, എല്ലാം ഓരോന്നും മനസ്സിലോട്ട് കൊണ്ടുവരും. ചിത്രങ്ങൾ പോലും നമ്മൾ പാട്ട് കാണാതെ തന്നെ നമ്മുടെ മനസ്സിലൊരു ചിത്രം. അത് കഴിഞ്ഞ് 2000 കാലഘട്ടം ഇങ്ങനെ അവസാനിക്കുകയാണ്. 2010 എന്നുള്ളൊരു പുതിയ ദശാബ്ദത്തിന് തുടക്കമാവുകയാണ്. അവിടെയും വന്നു മനോഹരമായ ഒരു മ്യൂസിക്കിന്റെ അകമ്പടിയോടെ, ഒരു ബിജി ബാലിന്റെ സംഗീതത്തിലൂടെ ജയേന്ദ്ര സാർ അവിടെയും വന്നു. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയില് പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ അലയുകയല്ലോ. ജയേന്ദ്ര സാറിന്റെ ആ ഒരു ഭാവാർദ്രമായ ആ ഒരു ബിഗിനിങ് ഉണ്ടല്ലോ, ആർക്കാൻ മറക്കാൻ പറ്റുക അല്ലേ? അതെ, ഭയങ്കര. കാരണം ജയേന്ദ്ര സാർ പാട്ട് പാടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭാവം അതിൽ ചേർത്തില്ലെങ്കിൽ ആ പാട്ടിന് ജീവൻ പോയി, ആൾക്കാർക്ക് പിന്നെ കണക്ട് ആവില്ല. പാടാ ചുമ്മാ അതൊരു ജസ്റ്റ് ഒരു ഫ്ലാറ്റ് മെറ്റീരിയൽ ആയി പോകും. കാരണം അതിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ ജയേന്ദ്ര സാറിന്റെ ആ ഭാവമാണ്. ആ ഭാവം ചേർക്കാതെ ഒരു പാട്ട് നമുക്ക് പാടി ഫലിപ്പിക്കാൻ പോലും പറ്റില്ല. അത്രത്തോളം ഡെപ്ത് ഉള്ള ഭാവം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഒരു ജീവൻ പോലെ, ഒരു ഓക്സിജൻ പോലെ ആ പാട്ടുകൾക്കൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രേമിക്കുമ്പോൾ തന്നെ അതിൽ തന്നെ അനുപല്ലവി വളരെ രസമുള്ള അനുപല്ലവി അല്ലേ, പ്രണയമേ നീ മുഴുവനായി മധുരിതമെങ്കിലും. എന്ത് രസമുള്ള പാട്ടുകളല്ലേ. അങ്ങനെ ആ ദശാബ്ദം ഇങ്ങനെ പോകുകയാണ് അല്ലെ. ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ ആ ദശാബ്ദത്തിലുണ്ടായി. ഒരുപാട് ഗാനങ്ങളുണ്ടായി. പത്രങ്ങള് സ്പെഷ്യലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ക്രെഡിറ്റ് നമ്മുടെ ഗോപി സുന്ദറിനുണ്ട്. ഗോപി സുന്ദറിന്റെ ഗാനങ്ങൾ പിന്നെ ഒരുപാട് അദ്ദേഹം പാടി. ഗോപി സുന്ദറിന്റെ ഗാനങ്ങളെല്ലാം തന്നെ വളരെ ഹിറ്റുമായി മാറി. ജയേന്ദ്രന്റെ ആ ഒരു ശബ്ദം ചേരുന്നതോടെ ഗോപി സുന്ദറിന്റെ ഗാനങ്ങൾ, അതിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് നിവിൻ പോളി അഭിനയിച്ച 1983 എന്നുള്ള സിനിമ. ഒരു മഴവില്ലിന്റെ എന്താണ് തുമ്പൊടിഞ്ഞു വീണ സുഖം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗിലൂടെയാണ് അദ്ദേഹത്തിന്റെ ആ മനോഹരമായ ഗാനം ആ സിനിമയിൽ പിറക്കുന്നത്. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ കൂട്ടുകൂടി കിണങ്ങി മിഴിപ്പേലി മെല്ലെ തഴുകി നറുചിരി 4 മണിപ്പൂവ് പോൽ വിരിഞ്ഞുപോ ചെറുമഷി തണ്ടു നീട്ടി വന്നെടുത്തു നിന്നുവോ മണിമധുരം നുണയും കനവിൽ. അറിയാലോ, തീർച്ചയായിട്ടും പാടിയിട്ടുണ്ട് ഈ പാട്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മള്. ആർക്കും മറക്കാൻ പറ്റാത്ത ഗാനം. ഞാൻ എവിടെയെങ്കിലും ചെല്ലുമ്പോഴേ ആൾക്കാർ ചോദിക്കായിരുന്നു ഓലഞ്ഞാലിക്കുരുവി ആയിരിക്കുമല്ലോ പാടുന്നേ, അങ്ങനെ ചോദിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ആദ്യ ശബ്ദത്തിൽ ഒരുപാട് ഹിറ്റുകൾ. അന്ന് ദാസാറിന് പോലെ അത്ര ഹിറ്റില്ല ആ ഒരു കാലഘട്ടത്തില്. ദാസാറിന് അധികം ഹിറ്റില്ലാത്ത കാലഘട്ടത്തിലാണ് ജേട്ടൻ വീണ്ടും ഓരോ ദശാബ്ദത്തിലും നമ്മളെ വിസ്മയിപ്പിക്കുന്നത്. അവിടെയാണ് ആ പാട്ട് വരുന്നത്. പൊടിമീശ മുളയ്ക്കണ കാലം ഇടനെഞ്ചില് ബാൻഡടി മേളം പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ് അന്നാ വഴി വരവിന് കാരണം അവളുടെ കരിനീലക്കണ്ണ് അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. ആ പാട്ട് എല്ലാവരുടെയും പ്ലേലിസ്റ്റിലുണ്ടായിരുന്നു ആ സിനിമ ഇറങ്ങിയ സമയത്ത്. ആ സിനിമ അത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടില്ല, പക്ഷെ ഈ പാട്ട് പറഞ്ഞാൽ എല്ലാവരും പാട്ടറിയാത്ത ആള് ഉണ്ടാവില്ല. ഇല്ല, ഉറപ്പായിട്ടും. പിന്നെ തൃശ്ശൂരുണ്ടോ? തൃശ്ശൂർക്കാർക്ക് ഒരു പാട്ടുണ്ട്, പൂരങ്ങട പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്, പൂരത്തിന് കൊടിയിറങ്ങണ ഊര് നമ്മുടെ ഊര് എന്നുള്ളൊരു പാട്ടുണ്ട്. പിന്നെ കൊച്ചിക്കാർക്കുണ്ട് ഒരു പാട്ട്, കൊച്ചി കണ്ടാലച്ചിയ വേണ്ടെന്നാരോ അങ്ങനെ ഒരു പാട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഉണ്ടല്ലോ, ഇതിപ്പോ അത് തമാശയാണെങ്കിൽ ആ തമാശ നമുക്ക് ഫീൽ ചെയ്യും അല്ലെ, ആ ഒരു രീതിക്ക്. അതാണ് ശരിക്കും ഭാവഗായകൻ. അത് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു മറ്റാർക്കും കിട്ടത്തില്ല. എത്രയോ ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. മറക്കാൻ പറ്റുമോ ആ ഭാവഗായകനെ? വെറുതെ അല്ല അദ്ദേഹത്തിന് ഭാവഗായകൻ എന്ന് വിളിക്കുന്നത്. മണ്ണപ്പം ചുട്ടു കളിച്ചൊരു കാലം എന്നപ്പം കൂടിയല്ല, അങ്ങനെ കുറെ പാട്ടുകളുണ്ട് അദ്ദേഹത്തിന്, ഒരുപാട്. പിന്നെ ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി, അങ്ങനത്തെ ഒരു പാട്ടുണ്ട്, ജിലേബിയിലെ പാട്ട്. അതുപോലെ കുറെ അതൊക്കെ റീസെന്റ്. പക്ഷെ എന്നാലും നമുക്ക് കേൾക്കുമ്പോ അറിയാലോ ഞാനൊരു മലയാളി ആ പാട്ടെന്ന് പറയുമ്പോൾ. അങ്ങനെ പറയുമ്പോഴാണ് കേരളത്തിന്റെ ഒരു ഔദ്യോഗിക ഗാനം പോലെ പാടുന്ന ഒരു ഗാനം നമ്മുടെ ജയേന്ദ്രൻ സാർ പാടിയ ഗാനമാ. കേരനിരകളാടുന്നൊരു ഹരിത ചാരു തീരം പുഴയോരം കളമേളം കവിത പാടും തീരം
കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ ഇളയാടും ഇമോഷണലി ആ പാട്ട് കേരളത്തിന്റെ ഒരു ഔദ്യോഗിക ഗാനമാണ്. നവംബർ 1 എന്നുള്ളൊരു ദിവസം കേരനിരകളാടും എല്ലായിടത്തും ഈ പാട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. അതുപോലെ ഓണത്തിന് വരെ വെക്കും. ആ ഓണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അതുപോലെ ഒരു പാട്ടുണ്ടല്ലോ, അതില്ല, അത് ഉണ്ണിമേനോൻ പാടിയ പാട്ടാ. പക്ഷെ എന്തായാലും ഈ നവംബർ 1 എന്നുള്ളൊരു ദിവസം കേരളപ്പിറവി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് എല്ലാവരും സ്റ്റാറ്റസ് ആക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ആക്കുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ ഈ പാട്ടൊക്കെ അല്ലേ. നമുക്കത് ഇനി ആലോചിക്കുമ്പോ അയ്യോ ഇതിന്റെ ആളില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. തീർച്ചയായിട്ടും അത് ഒരിക്കലും നികത്താനാവാത്ത നഷ്ടം. ഒരുപാട് പേര് പത്രങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഓർമ്മകളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. 1944 ജയേന്ദ്ര സാർ ജനിക്കുന്നത്. എറണാകുളം രവിപുരത്ത് ഭദ്രാലയത്തിൽ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും 5 മക്കളിൽ 3ാമനായി പാലിയത്ത് ജയചന്ദ്രക്കുട്ടൻ എന്ന ജയചന്ദ്രൻ ജനിക്കുന്നു 1944. അതിനുശേഷം അദ്ദേഹം ആദ്യമായിട്ട് ഒരു ഗാനം പാടുന്നത് 1965 കുഞ്ഞാലിമരക്കാർ എന്ന സിനിമയിലെ മുല്ലപ്പൂ മാലയുമായി എന്ന ഗാനം അദ്ദേഹം പാടിക്കൊണ്ട് ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഹിറ്റ് ഗാനം പിറക്കുന്നത് തൊട്ടടുത്ത വർഷം 1966 കളിത്തോഴൻ എന്ന സിനിമയിൽ പി ഭാസ്കരൻ രചിച്ചു ദേവരാജൻ മാസ്റ്റർ കമ്പോസ് ചെയ്ത ആ ഗാനം. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ഈ ഗാനമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഹിറ്റ് പാട്ട് വരുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ നമ്മൾ കേട്ടതാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന്, ദേശീയ പുരസ്കാരങ്ങൾ, സംസ്ഥാന പുരസ്കാരങ്ങൾ എല്ലാം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കരിയറാണ് ഇപ്പോൾ എൻഡ് ആയിരിക്കുന്നത്. ഇനി അദ്ദേഹം നമ്മുടെ ഓർമ്മകളിലായിരിക്കും. അദ്ദേഹം ഭാവചന്ദ്രൻ തിരി താഴ്ത്തി എന്നാണ് ഓരോ പത്രങ്ങളും കേരള കൗമുദിയൊക്കെ ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത്. ഒന്നിനി തിരി താഴ്ത്തി എന്ന് പാടിയ ഗാനത്തിനോട് ഓരോ അനുബന്ധമായിട്ട് ഒരു ക്യാപ്ഷൻ. തീർച്ചയായിട്ടും 15,000-ലേറെ ഗാനങ്ങളാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. 15,000-ലേറെ ഗാനങ്ങൾ. അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ അർബുദ രോഗത്തിന്റെ ചികിത്സയിലായിരുന്നു. ഒടുവിൽ അദ്ദേഹം ആ രോഗത്തിന് മുന്നിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ട് ഈ ലോകത്തൊരു വിടവാങ്ങുകയാണ്. ഒരു അസുലഭ കാലഘട്ടത്തിനാണ് തിരശ്ശീല വീഴുന്നത്. ദേഹം എവിടെ ഇല്ലെങ്കിലും ദേഹി ഉണ്ടാവും എന്ന് പറയില്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് ഉണ്ടാവും, ആ ഒരു ശബ്ദം എന്നും ജീവിക്കും. തീർച്ചയായിട്ടും ഒരുപാട് മോഹൻലാൽ സാറ് പറയുന്നത്, നമ്മുടെ ലാലേട്ടൻ പറയുന്നത്, എന്റെ സൗഭാഗ്യമാണ് എനിക്ക് നഷ്ടമായതെന്നാണ് ജയേന്ദ്ര സാറിന്റെ വിയോഗത്തിൽ പറയുന്നത്. എന്റെ സൗഭാഗ്യം എനിക്ക് നഷ്ടമായി എന്ന് ലാലേട്ടൻ പറയുന്നു. എന്നും യൗവനം തുളുമ്പുന്ന ഗാനങ്ങളിലൂടെ തലമുറകളുടെ ഭാവഗായകനായി തിളങ്ങി നിന്ന ഒരാളാണ് ജയേന്ദ്രൻ സാർ എന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നു. മോഹൻലാൽ സാർ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ അടുത്താണ് ദേവദൂതൻ എന്ന സിനിമ റിലീസ് ചെയ്തത്. ആ റിലീസ് ചെയ്തപ്പോഴും പൂവേ പൂവേ പാലപ്പൂവേ എന്നുള്ള ഒരു ഗാനം, ആ ഗാനത്തിലെ ലാലേട്ടന്റെ പെർഫോമൻസും ആ ഗാനം പാടിയിരിക്കുന്ന ജയേന്ദ്ര സാറിന്റെയും ചിത്രയുടെയൊക്കെ ആ ഒരു ശബ്ദമാധുര്യം നമ്മൾ തിയേറ്ററിൽ 4K നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. കാര്യം അന്ന് അത് വിജയിച്ചില്ലെങ്കിൽ കൂടി അന്ന് ഇറങ്ങിയ സമയത്ത് വിജയിച്ചില്ലായിരുന്നു അതിന് വേണ്ട. അപ്പം വളരെ വിചിത്രമായ ഒരു ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 1958 സ്കൂൾ കലോത്സവത്തിൽ മൃദംഗ വിഭാഗത്തിൽ ജയേന്ദ്രൻ സാർ 1ാം സ്ഥാനം നേടുകയും യേശുദാസിന് ആ സമയത്ത് ക്ലാസിക്കൽ മ്യൂസിക്കിൽ 1ാം സ്ഥാനം ഉണ്ടായിരുന്നു. ഇരുവരും പിന്നീട് അതിനുശേഷം ഒരുമിച്ചിരുന്ന് ഒരു പ്രോഗ്രാം നടത്തുന്നത് ഒരു ചിത്രമായിട്ട്, ഒരു ചരിത്രമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. പിന്നീട് ഈ 2 പേരുമാണ് ഗാനരംഗത്ത് ഒരു എന്താ പറയാ 2 കുലപതികളായി മാറിയത്, അല്ലെ? അങ്ങനെ പറയാൻ പറ്റില്ല. ഒരിക്കലുമില്ല. ഒരുപാട് അദ്ദേഹത്തിന് ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. മൗനം പോലും മധുരം, ആ പാട്ടൊക്കെ കേട്ടില്ലേ? ഇതൊരു മനോഹരമായ പാട്ടാ. ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിൽ കുറെ പാട്ടുകളൊക്കെ എനിക്ക് അറിയാം, കുറെ പാട്ടുകൾ എനിക്ക് അറിയില്ല. ഒരുപാട് പഴയ ഗാനങ്ങളെല്ലാം ഉണ്ട്. എന്തെന്നു അതുപോലെ ഒന്നു തൊടാനുള്ളിൽ തീരാ മോഹം, ഒന്നു മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം, ഇനി എന്തു വേണം ഇനി എന്തു, ഇങ്ങനെ എത്ര മനോഹരമായ പാട്ടുകളല്ലേ. സ്വർണ്ണഗോപുര എന്നുള്ള പാട്ട് പാടിയില്ലേ? സ്വർണ്ണഗോപുര നർത്തകീ ശില്പം
കണ്ണിന് സായൂജ്യം. പഴയ തലമുറയിലുള്ളവർക്ക് ഈ പാട്ടുകളൊക്കെ അവരുടെ ഭയങ്കര ഫേവറേറ്റ് പാട്ടുകളായിരിക്കും. ഇപ്പോഴത്തെ തലമുറ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അതെ. അതുപോലെ ഒരുപാട് ഗാനങ്ങൾ, എത്രയോ ഗാനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാം പറഞ്ഞു വന്നാൽ ഈ പ്രോഗ്രാം തീരില്ല. ഒരുവിധം ഒട്ടുമിക്ക ഗാനങ്ങളിലൂടെ ഞങ്ങള് കടന്നു പോയിട്ടുണ്ട്. ഒന്ന് ഓർമ്മപ്പെടുത്തി ജയേന്ദ്ര സാറിന്റെ ആ ഒരു മനോഹരമായ അദ്ദേഹത്തിന്റെ ആ ഒരു കരിയർ. അദ്ദേഹത്തിന് പാട്ടുകൾ കുറഞ്ഞു എന്ന് പറയുമ്പോഴും ആ ഒരു അദ്ദേഹം വിശ്വസിക്കുന്ന ആ ഗുരുവായൂരപ്പന്റെ ഒരു കടാക്ഷം കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് കിട്ടിയ ഓരോ ഗാനങ്ങളും അത്രത്തോളം മനോഹരമായ ഗാനങ്ങളാണ്. ഒരു 100 ഗാനങ്ങൾക്കോ 1000 ഗാനങ്ങൾക്കോ സമമായിട്ടുള്ള ഗാനങ്ങളാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ എത്ര തഴഞ്ഞാലും അദ്ദേഹത്തിന് ആ ഒരു ഒറ്റ ഗാനം അല്ലെങ്കിൽ ഒരു 1-2 പാട്ടുകളിലൂടെ അദ്ദേഹം വീണ്ടും തിരിച്ച് ആസ്വാദക ഹൃദയങ്ങളിലേക്ക് ആ ഒരു പാട്ട് മതി ഞങ്ങൾക്ക് ഒരു 10 വർഷത്തേക്ക് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ആ ഓരോ ഗാനവും നിലനിന്നു എന്നുള്ളതാണ്. നേരത്തെ ആതിര പറഞ്ഞ പോലെ ഭക്തിഗാനങ്ങൾ പറയാൻ നമുക്ക് പോകാനേ പറ്റില്ല. നല്ലൊരു കാര്യം പറഞ്ഞത്. ഭക്തിഗാനങ്ങളുടെ ഒരു ഗുരുവായൂരപ്പന്റെ ആ ഒരു ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. അതെ, കൃഷ്ണന്റെ ഒരു മനോഹരമായ ഒരു ഗാനമുണ്ട്. എന്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണത്. കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു കഴച്ചു, കണ്ണൻ കാട്ടുമുളം തണ്ടൊടിച്ചൊരു കുഴലു ചമച്ചു. കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു കഴച്ചു, കണ്ണൻ കാട്ടുമുളം തണ്ടൊടിച്ചൊരു കുഴലു ചമച്ചു. പാട്ടുകൊണ്ടു പേരെടുത്തു സഖിയെ വിളിച്ചു, അവൾ കേട്ട പാതി കാൽ തെളിരിനു ചിറകുമുളച്ചു. കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു കഴച്ചു, കണ്ണൻ കാട്ടുമുളം തണ്ടൊടിച്ചൊരു കുഴലു ചമച്ചു. പിന്നെ അതിന്റെ അനുബലം എനിക്ക് വളരെ ഇഷ്ടം. കണ്ണൻ വിളിച്ചാൽ പിന്നെ കൈവള വേണു, നീല കണ്ണെഴുതണമോ സൂര്യ പൊട്ടു കുത്തണമോ. കണ്ണൻ വിളിച്ചാൽ പിന്നെ കൈവള വേണു, നീല കണ്ണെഴുതണമോ സൂര്യ പൊട്ടു കുത്തണമോ. പൊന്നരഞ്ഞാൻ കൊണ്ടു നിന്റെ വീണ തോൽക്കും പൊൻകുടത്തെ ഒന്ന് ചുറ്റി 2 ചുറ്റി കൈ തളരണമോ. കളയാനിൽ ഒരു മാത്ര പോലും, കളയാനിൽ ഒരു മാത്ര പോലും, ആ മാധവനിൽ ചേർന്നു നിന്റെ രൂപം. വരികളൊക്കെ ശരിയാണോന്ന് അറിയില്ല, പക്ഷെ എനിക്ക് വളരെ ഫേവറേറ്റ് ആണ് ആ പാട്ട്. ഒരു കാലത്തിന്റെ ഓർമ്മകൾ അതൊക്കെ. നമ്മുടെ രമ്യ നമ്പീശനൊക്കെ ആദ്യമായിട്ട് എനിക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഈ ഒരു ഗാനത്തിലൂടെ ആയിരിക്കാം എല്ലാവർക്കും മുമ്പിലേക്ക്. അന്ന് ആൽബം സോങ് വളരെ ഫേവറേറ്റ് ആയിട്ട് എല്ലാവരുടെയും മനസ്സിൽ ജൂക്ക് ബോക്സിലൊക്കെ. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ല, ഒരുപാട് മൊബൈലുകൾ അങ്ങനെ റീൽസ് അങ്ങനെ ഒന്നും ഇല്ല. നമ്മൾ ഈ ബ്ലൂടൂത്തിലൂടെയൊക്കെ എന്താ ഡ്യൂ ഡ്രോപ്സ് എന്നുള്ള പരിപാടികൾ, അതുപോലെ അത് കൈരളിയിലൊന്നും പരിപാടി, ബി ചാനലിലെ ചെറിയ ഫോണിൽ ജൂക്ക് ബോക്സ് വെറുതെ ഇങ്ങനെ ഓൺ ചെയ്ത് വെക്കും. നമുക്ക് ഇന്നത്തെ പോലെ എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സമയമല്ലായിരുന്നു. ഭക്തിഗാനങ്ങളിൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല. മൂകാംബികെ പ്രണയതാലാഞ്ജലി, പ്രണവതാലാഞ്ജലി എന്ന്. അതുപോലെ വിഘ്നേശ്വര ജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു. എല്ലാ പരിപാടിക്കും തുടങ്ങുന്നത് ഈ പാട്ടാ. എല്ലാ പരിപാടിക്കും, അതെ, എല്ലാ ഗാനമേളയ്ക്കാണെങ്കിലും വിഘ്നേശ്വര ജന്മ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അങ്ങനെ ഒട്ടനവധി ഗാനങ്ങൾ, ഭക്തി ഗാനങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത ഗാനങ്ങൾ, അല്ലെ, മനസ്സിൽ നിന്ന് പോകാത്ത ഗാനങ്ങൾ അദ്ദേഹം തന്നിട്ടുണ്ട്. അപ്പോ ഒരു കാലം കഴിഞ്ഞു, ഇനി അതൊക്കെ ഒരു കാലം എന്ന് നമുക്ക് പറയാം. ജയേന്ദ്ര സാറിന്റെ ആ ഒരു വിയോഗം നമുക്കുണ്ടാക്കുന്ന ആ ഒരു, എനിക്ക് ചില പാട്ടുകൾ ഇപ്പോ എനിക്ക് ഇന്ന് ഇപ്പൊ ഈ പറയുന്ന ഈ കണ്ണന്റെ പാട്ട് ഞാൻ വളരെ സന്തോഷത്തോടെയാണ് കേട്ടിരുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് ആ പാട്ട് കേട്ടപ്പോ എന്റെ മനസ്സൊന്ന് വിങ്ങി. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ആലാപനം എല്ലാം കേൾക്കുമ്പോ എന്റെ മനസ്സിൽ അദ്ദേഹം ഇല്ലല്ലോ എന്നുള്ള ആ ഒരു ദുഃഖം എന്നെ ഭയങ്കരമായിട്ട് അലട്ടി. അതുപോലെ ഒരുപാട് ആസ്വാദകർക്ക് ആ ദുഃഖം ഉണ്ടാവും. കാരണം നമ്മുടെയൊക്കെ ജയേന്ദ്രൻ സാറ് ഇന്നലെ ഇപ്പം ഇങ്ങനെ മരിച്ചു എന്നുള്ളൊരു പോസ്റ്റർ വരുമ്പോ തന്നെ നമ്മൾ പെട്ടെന്ന് ഞെട്ടു, അയ്യോ മരിച്ചോ. അദ്ദേഹം ഒന്നും അറിയിച്ചിരുന്നില്ല അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു രോഗം ഉണ്ടെന്നോ ആ രോഗത്തിന്റെ ചികിത്സയിലായിരുന്നെന്നോ ഒന്നും അദ്ദേഹം അറിയിച്ചിരുന്നില്ല. മനോഹരമായ ഗാനങ്ങളിലൂടെ മാത്രമേ നമ്മൾ അദ്ദേഹത്തെ അറിഞ്ഞിട്ടുള്ളൂ. ആ അറിവ് തന്നെയാണ് എന്നും നിലനിൽക്കാൻ പോകുന്നത്, അല്ലെ? അല്ലാതെ അതിനിടയിലുള്ള വിവാദങ്ങളോ തഴയലുകളോ ഒന്നുമല്ല.
അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ, മനോഹരമായ അദ്ദേഹത്തിന്റെ ഗാനങ്ങളാണ് നമ്മുടെ മനസ്സുകളിൽ നിൽക്കാൻ പോകുന്നത്. ആ ഗാനങ്ങൾ മലയാളം ഉള്ളിടത്തോളം ഓരോ തലമുറയിലും വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മലയാള ഭാഷ തൻ മാദക ഭംഗി, അതൊക്കെ മറക്കാൻ പറ്റുമോ അല്ലെ? മലയാള ഭാഷയുടെ ആ മാദക ഭംഗി നമ്മൾ അറിഞ്ഞത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെയാണ്. കേരനിരകൾ ആടുന്നുണ്ട് എന്നൊക്കെ, കേരനിരകൾ ആടിയത് കേരളം എന്നുള്ള ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ ആ പാട്ട് ഇന്ന് നവംബർ കേരളം. അതെ, തീർച്ചയായിട്ടും. അപ്പോ നമുക്കപ്പോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതെ, പക്ഷെ അത് വൈൻഡപ്പ് ചെയ്യാന്ന് പറഞ്ഞാല് അത് തീരില്ല, കടൽ പോലെ കിടക്കണം. സംഗീതം പാട്ടുകൾ നമുക്ക് ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കൊണ്ട് തന്നെ വൈൻഡപ്പ് ചെയ്യാം അല്ലെ? അദ്ദേഹത്തിന്റെ ഒരു മികച്ച ഏതെങ്കിലും ഒരു ഗാനം, ജയേന്ദ്ര സാറിന്റെ ഒരു ഗാനം പാടിക്കൊണ്ട് തന്നെ. നീ ഒരു പാട്ട് പാടണം, ഞാനൊരു പാട്ട് പാടാം. ഏത് പാട്ട്? ഏത് പാട്ട് പാടും? അദ്ദേഹത്തിന്റെ ഒരു നമ്മള് പാടാൻ മറന്നു പോയ കുറെ പാട്ടുകളുണ്ട്. ഇപ്പൊ ഈ അടുത്ത് ഒരുപാട് പാട്ടുകളുണ്ട് അദ്ദേഹത്തിന്റെ. കുറെ പാട്ടുകൾ ഇപ്പൊ ഇതിൽ തന്നെ ഉണ്ടോ? നീ പറഞ്ഞ ഒരുപാട് പാട്ടുണ്ട്. വീരൽ തൊട്ടാൽ വീരിയുന്ന പെൺപൂവേ, കുളിർ മഞ്ഞിൽ കുറുകുന്ന വെൺപ്രാവേ, ഒന്ന് കണ്ടോട്ടെ ഞാൻ, മെയ്യിൽ തൊട്ടോട്ടെ ഞാൻ, ആ പാട്ട്. അങ്ങനെ ഒരു പാട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ കല്ലായി കടവത്ത് വേറൊരു പാട്ട്, വാവാവോ വാവേ വന്നും മകൾ സമ്മാനം, ഇങ്ങു തരാൻ മേലെ തങ്കനിരാക്കിന്നും, കുട്ടികളെ ഉറക്കുന്ന പാട്ട്. പിന്നെ അതുപോലെ ആരു പറഞ്ഞു ആരു പറഞ്ഞു ഞാൻ കണ്ടത് രാക്കനവാണെന്നാരു പറഞ്ഞു. ഒരുപാട് പാട്ടുണ്ട്, നമ്മൾ ഒരുപാട് മിസ് ചെയ്തു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഒരുപാട് പാട്ടുകൾ, എത്രയോ പാട്ടുകൾ ജയേന്ദ്ര സാറിന്റെ. പിന്നെ പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ, അതുപോലെ ഒരുപാട് പാട്ടുകൾ, എണ്ണിയാൽ തീരാത്ത പാട്ടുകൾ കിടക്കാണ്. അപ്പൊ അതിലൊരു പാട്ട് സാറിന് ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ട് ഒന്ന് പാടി കേക്കട്ടെ? പാടാലോ, ഏതെങ്കിലും ഒരു പാട്ട് പാടാം, അല്ലെങ്കിൽ ഒരുമിച്ച് ഏതെങ്കിലും പാട്ട് പാടണോ? ഇങ്ങനെയാലും കുഴപ്പമില്ല, ഒരു പാട്ട് പാടാം. അങ്ങനെ ആ ഒരു പാട്ടോടുകൂടി ഞങ്ങൾ ഇന്നത്തെ ഒരു ട്രിബ്യൂട്ട് പ്രോഗ്രാം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. ഒന്നും പറയാനില്ല അല്ലേ? ഒന്നും പറയാനില്ല. എന്തോ ഒരു നിശബ്ദത. അതെ, തീർച്ചയായിട്ടും. ആ നിശബ്ദത, നമ്മുടെ നിശബ്ദതകളെ ഭാവാർദ്രമാക്കിക്കൊണ്ടിരുന്ന ഗാനങ്ങൾ തന്നിരുന്ന വ്യക്തിയാണ്. ആ ഗാനങ്ങൾ തന്നിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് അല്ലെ? ഏതൊരു കലാകാരനും അതാണ് അടയാളപ്പെടുത്തിയിട്ടാണ് ഓരോ കലാകാരനും. അതാണ് കലാകാരന്റെ പ്രസക്തി. കലാകാരന്മാരെ അതുകൊണ്ടാണ് ഇത്രത്തോളം ആരാധിക്കപ്പെടുന്നത് എന്ന് പറയും. കാരണം ഒരു വലിയൊരു സമ്പത്ത് തന്നിട്ടാണ് അവർ പോകുന്നത്, കലാസമ്പത്ത്. അതുകൊണ്ടാണ് അവർ ഇത്ര ഓർമ്മിക്കപ്പെടുന്നത്. ഇപ്പോ ക്രോണിക് ബാച്ചിലർ എന്നുള്ള സിനിമയിൽ അദ്ദേഹത്തിന്റെ ഒരു മനോഹരമായ ഗാനമുണ്ട്. ഏതാണെന്നറിയോ? ശരിയൊന്നുമല്ല, അത് സുജാതയുടെ പാട്ടാണ്, സുജാത മാമിന്റെ പാട്ടാണ്. ഏകാന്ത സന്ധ്യ വിടർന്നോ സ്നേഹയമുനാ നദിക്കരയിൽ, ഇന്നും അവൾ മാത്രം വന്നില്ല, വരുമെന്നു വെറുതെ തോന്നി ഈ വഴിയിലേറി നിന്നു ഞാൻ, ഇന്നും അവൾ കാണാൻ വന്നില്ല, അവൾ കാറ്റായി മുളയായി ഞാൻ, സ്വരനിശ്വാസമായൻ ഗാനം, ഒരു നക്ഷത്രമനമിന്നു മകളെ വിതുമ്പുന്നേതാ. ഫീമെയിൽ അത് സ്വയംവര ചന്ദ്രികേ, ബെസ്റ്റ്, നല്ല അടുത്ത പാടാം. അപ്പൊ സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ, പ്രണയമധുരം അവൾക്കായി പകർന്നു. ശരിക്കും മുകേഷ് അവളെ ആ വീടിന്റെ അപ്പുറത്തുനിന്നുള്ള പാട്ടല്ലേ? അപ്പുറത്തുപ്പുറത്ത് നിന്ന് വീഴ്ത്താൻ ഉപയോഗിക്കുന്ന ഒരു പാട്ടാണ്. ഏത് നായകന്റെ ഒപ്പം സ്യൂട്ട് ആവുന്ന ഒരു സ്വരം, മുകേഷിന്റെ ഒപ്പം ആയിക്കോട്ടെ, ഇനിയിപ്പോ ജയസൂര്യയുടെ ഒപ്പം ആയിക്കോട്ടെ, മോഹൻലാലിന്റെ ഒപ്പം ആയിക്കോട്ടെ, മമ്മൂക്കയുടെ ഒപ്പം ആയിക്കോട്ടെ, പ്രേം നസീർ സാറിനൊപ്പം ആയിക്കോട്ടെ, ഏത് നായകന്റെ ഒപ്പവും ഏത് കാലഘട്ടത്തിലും സ്യൂട്ടാവുന്ന ഒരു ശബ്ദം, ഇണങ്ങുന്ന ഭാവാർദ്രമായ ഒരു ശബ്ദം
ജയേന്ദ്ര സാറിന്റെ ശബ്ദം ഒരിക്കലും മറക്കില്ല. മലയാളം ഉള്ളിടത്തോളം ഒരിക്കലും മറക്കില്ല. തന്നിരിക്കുന്ന എല്ലാ സംഭാവനകൾക്കും, എല്ലാ നന്മകൾക്കും, എല്ലാ ഗാനങ്ങൾക്കും നന്ദി, ഒരുപാട് നന്ദി അല്ലെ. ഞങ്ങളുടെ ആദരാഞ്ജലികള് അവരുടെ കുടുംബത്തിന് ആ ഒരു വിയോഗം താങ്ങാനുള്ള ഒരു അല്ലെ കരുത്ത് ഉണ്ടാവട്ടെ കുടുംബത്തിന്. അതുപോലെ തന്നെ ഓരോ ആസ്വാദകർക്കും ഈ ഒരു വിയോഗത്തെ ഓരോ സംഗീതാസ്വാദ ദുഃഖത്തിലും നമ്മൾ ഒരുമിച്ച് പങ്ക് ചേരുവാണ്. നമ്മുടെ എല്ലാം ചേട്ടനാണ് പോയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടും അല്ലെ. അപ്പൊ നന്ദി, താങ്ക് യു. നന്ദി.